BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. UDFന്റെ വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുകയെന്നത് നടപ്പിലാക്കുന്നതിന് കാലതാമസം വരില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ അർഹരായവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം സർക്കാർ ഗൗരവകരമായി പരിശോധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു VD സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നും മുടങ്ങാതെ പെൻഷൻ നൽകാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്നും സതീശൻ പറഞ്ഞു. പെൻഷൻ 3000 രൂപയാക്കുമെന്നത് LDFന്റെ വാഗ്ദാനം പോലെ ആയിരിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന UDF വാഗ്ദാനം LDF നൽകിയ വാഗ്ദാനം പോലെ ആയിരിക്കില്ല. LDF 2500 രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. ആദ്യ LDF സർക്കാരിന്റെ കാലാവധി തീരാനിരിക്കെയാണ് 1500 ഉള്ളത് 100 രൂപ കൂട്ടിയത്. അതിൽ നിന്ന് 2000 ആക്കി ഉയർത്തിയത് രണ്ടാം LDF സർക്കാരിന്റെ കാലാവധി തീരാനിരിക്കെയാണ്. അത്തരമൊരു കാലതാമസം UDF വരുത്തില്ല എന്നും VD സതീശൻ പറഞ്ഞു. AC വെച്ചതുകൊണ്ട് പെൻഷൻ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പരാതിയുണ്ട്. അത്തരത്തിൽ പെൻഷൻ മാനദണ്ഡങ്ങളിൽ പല പരാതികളും ഉയർന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനർഹരായ ചില ആളുകളും പദ്ധതിയിലുണ്ട്. അർഹരെ ഉൾക്കൊള്ളാനും അനർഹരെ ഒഴിവാക്കാനുമായി ഒരു സംവിധാനം സർക്കാർ ഗൗരവകരമായി ചിന്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരണമോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ല. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തുടങ്ങിയതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ലോസ് ഏഞ്ചൽസിലുള്ള ആൾ ഈ മാസം പെൻഷൻ വന്നില്ല എന്ന് പറഞ്ഞതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ മകൻ വിദേശത്തുള്ളതുകൊണ്ട് അമ്മയ്ക്ക് പെൻഷൻ അയോഗ്യത പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അർഹരായവർക്ക് കിട്ടാതെ പോകരുതെന്നേ കരുതുന്നുള്ളൂവെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നും വിശദമായ ചർച്ച ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 25 ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രിയദർശിനി സൗജന്യ യാത്ര 1 മാസത്തിനുള്ളിൽ സർക്കാർ നടപ്പാക്കി. ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. എന്നാൽ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായ കള്ളപ്രചാരണങ്ങളാണ് നടത്തിയത്. അതിൽ നിയമസഭയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഉത്തരവ് പ്രകാരം വിഷൻ 2031 എന്ന പേരിൽ ഈ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി സ്വപ്ന പദ്ധതികൾ എന്നുൾപ്പെടെ 1291 ലക്ഷ്യങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുക എന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ക്രമ നമ്പർ 3 ലക്ഷ്യം 12ന്റെ ഭാഗമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് സംബന്ധിച്ച നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. ഈ സുരക്ഷാ പെൻഷൻ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് വയോജന ഡിപ്പാർട്ട്മെന്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ഈ പെൻഷന്റെ ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കണം. പീരിയോഡിക്കലായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലര് അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തമാശയായിട്ടല്ല പറഞ്ഞത്, ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എന്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് അവർ. അപ്പോ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത്, അവരെ നിശ്ചയിക്കുന്ന സമയത്ത് അവർ അർഹരായിരിക്കും.
പിന്നീട് അവരുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഭാഗമായി അവർ അനർഹരായി മാറും. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടാൻ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാള് ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമെന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അതേസമയം KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിക്കെതിരെയുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാരിന്റെ ഈ ജനക്ഷേമ പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് ശ്യാം കുമാർ BM എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വ്യക്തമാക്കുകയായിരുന്നു. പദ്ധതിയിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വിവേചനമാണ് സർക്കാർ നടത്തുന്നതെന്നും ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമായ 14, 15 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചിരുന്നത്. സാമ്പത്തിക നില പരിഗണിക്കാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യാനുമതി നൽകുന്നത് പുരുഷന്മാരോടുള്ള വിവേചനമാണെന്നായിരുന്നു ഹർജിയിലെ പ്രധാന വാദം. എന്നാൽ സർക്കാരിന്റെ ഉത്തരവിൽ യാതൊരുവിധ നിയമവിരുദ്ധതയോ ചട്ടലംഘനങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് നിലവിലുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണെന്നോ തെളിയിക്കാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ല. അതിനാൽ ഈ പൊതു താൽപര്യ ഹർജി നിലനിൽക്കില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.